നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം എൽ ക്ലാസിക്കോയായിരിക്കും. യെസ്, രണ്ടാം സെമി ഫൈനലിൽ റയൽ മാഡ്രിഡും വിജയിച്ച് കയറിയിരിക്കുകയാണ്. മയോർക്കയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത്. ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോൾ മയോർക്ക താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളായിട്ടുള്ള കിലിൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, റോഡ്രിഗോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോളിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. ആ ഒറ്റ ഗോൾ കൊണ്ട് മത്സരം അവസാനിക്കുമെന്ന് തോന്നിയെങ്കിൽ കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഓൺ ഗോൾ വരുന്നത്. എംബാപ്പയിലേക്ക് കൊടുത്ത ബോൾ അദ്ദേഹത്തിലേക്ക് എത്തും മുമ്പ് സ്ലൈഡ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം മയോർക്കയുടെ താരം നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക് കയറി. അങ്ങനെ റയൽ മാഡ്രിഡ് 2-0 ലീഡിലേക്ക് പോകുന്നു. കളി പുരോഗമിക്കവേ അവസാന ഘട്ടത്തിൽ വീണ്ടും ഗോൾ വരുന്നു. റോഡ്രിഗോയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-0 തകർപ്പൻ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും റയലിൻ്റെ ഈ വിജയം ഫൈനൽ മത്സരത്തിൽ നമുക്ക് ഒരു എൽ ക്ലാസിക്കോയാണ് സമ്മാനിക്കുന്നത്. ഫൈനൽ മത്സരത്തിന് എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ സൗദി അറേബ്യയിലെ റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ മത്സരം ജനുവരി 13 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അത് അരങ്ങേറുക. കഴിഞ്ഞ തവണത്തെ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ ഓർമ്മയുണ്ടല്ലോ, അതും ബാഴ്സ വേഴ്സസ് റയൽ മത്സരമായിരുന്നു. അന്ന് റയൽ മാഡ്രിഡ് തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. അതിനൊരു പ്രതികാരം ചെയ്യാൻ ബാഴ്സക്കാവുമോ, അതല്ല റയൽ ആധിപത്യം തുടരുമോ? കാത്തിരിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.